ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹാഫ് കട്ട് ബീഡ്സും പേളും ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഞാൻ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തു. ഫെൽറ്റ് ഷീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അതിലേക്ക് ഞാൻ ഹാഫ് കട്ട് ബീഡ്സ് വെച്ചു. അതിലേക്ക് സ്റ്റോൺ ചെയിൻ ജസ്റ്റ് കവർ ചെയ്തെടുത്തു. ഇത് ഒന്നാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം അതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം, ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതത്രയും നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കി ഞാൻ ചെയ്തെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനെ കട്ട് ചെയ്തെടുത്തു. അടുത്ത ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ഞാൻ പേള് കംപ്ലീറ്റ് കോർത്തതിന് ശേഷം നമ്മുടെ മെറ്റാലിക് ഹെയർ ബാൻഡിൻ്റെ ഫ്രെയിമിലേക്ക് നന്നായി സൈഡ് ഞാൻ ആ വയർ 0.4 mm വയർ നന്നായിട്ട് ചുറ്റി. ഈ 0.3 ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 0.3 ഞാൻ 1-2 പ്രാവശ്യം ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും 0.4 തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. അത് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗിയർ വയർ ആയാലും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് അത് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ 2 ബീഡ്സ് വെച്ചാണ് ഓരോ ലെയറും കോർത്തത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ പേൾ വെച്ചിട്ടുള്ള ഹാഫ് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ളത് വെക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സ്പേസിലേക്ക് മാത്രം ഞാൻ നമ്മുടെ ഹെയർ വിട്ടതിന് ശേഷം നമ്മുടെ ചുറ്റുന്ന പേള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ കുറച്ച് പോർഷൻ അത്രയും ചെയ്തിട്ട് ഇതുപോലെ. അതിനുശേഷം ഞാൻ ആ വയർ അവിടെ നന്നായി ടൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം സെൻറ്ററിലേക്ക് ഒരു കുറച്ച് പോർഷൻ, നമ്മൾ ടോപ്പിൽ വരുന്ന ആ ഒരു പോർഷനിൽ ഞാൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ പാച്ചസ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ സെൻറ്ററിൽ നമുക്കിത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഒരു പോർഷൻ മാത്രമാണ്, അല്ലെങ്കിൽ പേള് ഹാഫ് ചെയ്തിട്ട് സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എനിക്കൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു തന്ന മോഡലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ആ സെൻറ്ററിൽ പിന്നെ ഇത് ഞാനിപ്പോൾ നമ്മുടെ സാധാ ഗ്ലൂ ആണ് കൊടുത്തത്. ഇതിന് പകരം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഓൺ ദ സ്പോട്ട് തന്നെ അത് പേസ്റ്റായി നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, ഗ്ലൂ ഗൺ നന്നായിട്ട് അത് മെൽറ്റ് ആയതിനു ശേഷം നന്നായിട്ട് ചിലർ എന്നോട് ചോദിച്ച ഒരു ഡൗട്ട് കൂടെ ഉണ്ടായിരുന്നു. ഈ ഗ്ലൂ ഗൺ പെട്ടെന്ന് വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചേ വരത്തുള്ളൂ, അത് അത്ര മെൽറ്റ് ആവുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സമയം ഇരുന്നാൽ മാത്രമേ, അത് ഈ വോൾട്ടിൻ്റെ ഡിഫറൻസിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങളത് കുറച്ച് സമയം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ വീണ്ടും അത്രയും ചെയ്ത് വെച്ച പോർഷൻ ഞാനൊന്ന് ഡ്രൈ ആവുന്ന 2 സെക്കൻഡ് വെച്ചു കേട്ടോ. കാരണം അല്ല എങ്കിൽ ഞാനിത് നമ്മുടെ ഗ്ലൂ ആണ് യൂസ് ചെയ്തത്, 7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 2 സെക്കൻഡ് ഇരിക്കണം, ഞാൻ ഒരു 2 മിനിറ്റ് വെച്ചു കേട്ടോ. അതിന് ശേഷമാണ്, അല്ല എങ്കിൽ അത് ചിലപ്പം പിടിക്കുമ്പോൾ കയ്യിൽ ഇളകി വരും. അപ്പോൾ അതിനുശേഷം വീണ്ടും വയർ ചുറ്റി നമ്മുടെ പേള് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേള് തന്നെ ഓരോ ലെയറും 2 വെച്ച് ഞാനത് കംപ്ലീറ്റ് അങ്ങ് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഡ്രൈ ആകാൻ വെക്കേണ്ട, ചിലപ്പോൾ 2 നിമിഷം ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇളകി വരും. ഞാൻ 2 മിനിറ്റ് വെച്ചിട്ട് ചിലപ്പോൾ ആ സൈഡിലൊക്കെ പിടിച്ചപ്പോൾ അത് കയ്യിലൊക്കെ ഇളകി വന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളത് അവസാനം കട്ട് ചെയ്യുമ്പോൾ അത് നന്നായി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം 2 സൈഡ് ഈക്വലൻ്റ് ആണോ എന്നൊന്ന് നോക്കണം കേട്ടോ. നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒപ്പം സൈഡ് എൻഡ് ടേപ്പ് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. സൈഡ് എൻഡ് ടേപ്പ് കൊടുത്ത് കവർ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുന്നത്. എന്നാലേ അതൊരു നല്ലൊരു, അല്ലെങ്കിൽ അത് കുറച്ച് ഷാർപ്പാണ്. എപ്പോഴും നിങ്ങൾക്ക് സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് സാറ്റിൻ റിബൺ കൊടുത്തും സൈഡ് കവർ ചെയ്യും. അപ്പോൾ നമ്മൾ സാധാ ഗ്ലൂ വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ, അതങ്ങ് ഇരുന്നോളൂ നന്നായിട്ട്. പിന്നെ ഇത് നല്ല എളുപ്പമാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം, കാരണം ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ നിങ്ങളതെല്ലാം ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.